വരാന്ന് പറഞ്ഞാ വന്നിരിക്കണം, അല്ലാതെ തോന്നിവാസം കാണിക്കരുത്. എന്റെ സമയത്തിന് എന്താ തീരെ വിലയില്ലേ? കുറെ നേരമായല്ലോ. താനാടോ പിശാശ്? വാക്കിന് വിലയില്ലാത്ത വൃത്തികെട്ടവൻ. എന്താ അവിടെ? ദൈവമേ, എല്ലാം തീരുന്നു. എന്താ ഇവിടെ ഒരു ബഹളം? എന്താടാ ഒരു ബഹളം? അത് കുട്ടികൾ വെറുതെ തമാശക്ക്. എന്ത് തമാശ? ആരാ ഇവരൊക്കെ? മിണ്ടാതിരിക്കും. എന്റെ അച്ഛനും അമ്മ അടിയത്. ഏതാ ഈ പെൺകുട്ടി? മുരളി, നീ എന്താ മറുപടി പറയാത്തത്? ഏതാ ഈ പെൺകുട്ടി എന്നാ ചോദിച്ചത്. നിന്റെ ആരാ ഇവള്? മോള് അഞ്ജലിയാണോ? പറ, മോള് അഞ്ജലി അല്ലേ? അതെ. അയ്യോ, ഇത് അഞ്ജലിയല്ല, അഞ്ജലിയുടെ അനിയത്തിയാ. അല്ലെന്ന് പറയാൻ വരുമായിരുന്നു. ഞാനേ ആരതിയാ. നല്ല കുട്ടി. ചേച്ചിയും നിന്നെ പോലെ മിടുക്കിയായിരിക്കും അല്ലേ? അയ്യോ, അഞ്ജലി ചേച്ചിയെ ശരിക്കും മിടുക്കി. ഇവള് ചേച്ചിയുടെ മുമ്പിൽ ആരുമല്ല. ഈ കുട്ടി എന്തിനാ ഇങ്ങോട്ട് വന്നത്? ക്ലാസ്സിനോ മറ്റോ പോയിട്ട് വന്നതാണെങ്കിൽ നിന്റെ സ്വന്തം വീട്ടിലേക്കല്ലേ പോകേണ്ടത്, അല്ലെങ്കിൽ താമസിക്കുന്നിടത്തേക്ക് പോണം. ഇവിടെ വന്നതിന്റെ കാരണം എന്താ? അതച്ഛാ, പ്രസാദേട്ടനും അഞ്ജലി ചേച്ചിയും കൂടി അവരുടെ കേറ്ററിംഗ് യൂണിറ്റ് നടത്തുന്ന കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടിട്ട് പോയിരിക്കുക ഗുരുവായൂര്. വരാൻ താമസിക്കുന്നുള്ളത് കൊണ്ട് ക്ലാസ് കഴിഞ്ഞ് ഈ പെണ്ണിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഓ, അപ്പോ അഞ്ജലി വന്ന് കൂട്ടിക്കൊണ്ടു പോവല്ലേ? അതെ അച്ഛാ. എന്നെ തീരെ വിലയില്ല അല്ലേ? ഞാൻ തന്നെ എനിക്ക് ഡിമാൻഡ് ഉണ്ടാക്കി കാണിച്ചു തരും, നോക്കിക്കോ. അനുഗ്രഹിക്കണം. ദീർഘായുഷ്മതീ ഭവ. ശീഘ്രമംഗല്യേ ഭവന്തു. അമ്മേ, അച്ഛാ, എനിക്ക് സന്തോഷായി.